और प्रधानमंत्री की झलक पाने के लिए भारी संख्या में लोग भी जुटे हैं। कैसा माहौल है? कर रहे थे त्रिशूल के लोग, और आप देखें कि इस भीषण गर्मी में भी इतनी बड़ी संख्या में लोग निकलकर प्रधानमंत्री को देखने के लिए, उनसे रूबरू होने के लिए यहाँ पर पहुंचे हैं। ये अपने आप में बड़ी बात है, क्योंकि दोपहर के समय खासतौर से इस समय तापमान काफी ज्यादा रहता है, लेकिन कई घंटे पहले यहाँ पर पहुंचे थे। और आप देखें प्रधानमंत्री के साथ सुरेश गोपी मौजूद हैं, जो त्रिशूर से भारतीय जनता पार्टी के पहले सांसद हैं जी। और इसके साथ साथ ही आप देखें कि पद्मजा जो यहाँ से उम्मीदवार है, पद्मजा वेणुगोपाल, जो केरलम के पूर्व मुख्यमंत्री रहे हैं, के करुणाकरन, उनकी पुत्री हैं, जो प्रधानमंत्री के साथ इस समय रोड शो में शामिल हैं जी। और भारतीय जनता पार्टी को एक विश्वास है कि प्रधानमंत्री की उपस्थिति उनके अंदर एक उत्साह का संचार करती है। और वो दृश्य आपको दिखाई भी दे रहे हैं कि किस तरीके से फूलों से स्वागत प्रधानमंत्री का किया जा रहा है, और किस तरीके से हाथों में भारतीय जनता पार्टी के झंडे लेकर बेसब्री से तमाम बुजुर्ग, बच्चे, बूढ़े, जवान सभी लोग इंतजार कर रहे हैं। आपको बता दें कि इससे पहले भी प्रधानमंत्री यहाँ पे केरल में और एक बड़ी जनसभा को प्रधानमंत्री ने संबोधित किया। എന്നാലും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എൻഡിഎയുടെ പ്രചാരണാർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തിയിരിക്കുകയാണ്. റോഡ് ഷോ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തായാലും പാലക്കാട് നിന്നും തൃശൂരിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി. വലിയ ആവേശത്തോടെ തന്നെയല്ലേ പ്രവർത്തകർ ഉള്ളത്? തീർച്ചയായും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു ആവേശമാണ് നിലവിൽ കാണുന്നത്. നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ആരംഭിച്ചിട്ടുണ്ട്. സ്വരാജ് റൗണ്ടിൽ നിന്നാണ് ഈ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദിയോടൊപ്പം തന്നെ തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ, അതോടൊപ്പം തന്നെ നിലവിലെ MP സുരേഷ് ഗോപി അടക്കമുള്ളവർ ആ വാഹനത്തിലുണ്ട്. എന്തായാലും ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഈ റോഡ് ഷോയിൽ പങ്കെടുക്കാനായി തൃശ്ശൂരിലെ സ്വരാജ് റൗണ്ടിൽ എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ 12 സ്ഥാനാർത്ഥികളും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 12 സ്ഥാനാർത്ഥികളും NDA സ്ഥാനാർത്ഥികളും നരേന്ദ്രമോദിയുടെ ഈ റോഡ് ഷോയിൽ പങ്കാളികളാകുന്നുണ്ട്. വലിയ രീതിയിലുള്ള ആവേശമാണ്. 2024 തെരഞ്ഞെടുപ്പിനും ഇതിന് സമാനമായ രീതിയിൽ തന്നെ നരേന്ദ്രമോദി തുടർച്ചയായി തൃശ്ശൂരിലെത്തിയിരുന്നു. അന്ന് പലതവണ തൃശ്ശൂരിലെത്തുമ്പോൾ അത് എന്താണ് കരുതി വച്ചിരിക്കുന്നതെന്ന ചോദ്യം പലതവണ ഉന്നയിക്കപ്പെട്ടിരുന്നു. അത് പിന്നീട് 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാം കണ്ടതാണ്. സുരേഷ് ഗോപിക്ക് വലിയ ഭൂരിപക്ഷം നൽകുന്ന രീതിയിലേക്ക് തൃശ്ശൂർ മാറിയിരുന്നു. അന്ന് സുരേഷ് ഗോപിക്ക് 75,000-ലധികം ഭൂരിപക്ഷമായിരുന്നു, വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനായിരുന്നു അന്ന് സുരേഷ് ഗോപി അവിടെ വിജയിച്ചത്. അപ്പോൾ അതിന് സമാനമായി തന്നെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു വിജയമുണ്ടാക്കാനാണ് നരേന്ദ്രമോദി തൃശ്ശൂരിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് പാലക്കാടും നരേന്ദ്രമോദിയുടെ പൊതുസമ്മേളനമുണ്ടായിരുന്നു. അതിനുശേഷമാണ് 4:30 തന്നെ കുട്ടനെല്ലൂർ ഗവൺമെൻറ് കോളേജിലെത്തിയ ശേഷം, ഹെലികോപ്റ്ററിലെത്തിയ ശേഷം അദ്ദേഹം സ്വരാജ് റൗണ്ടിലെത്തി ഈ റോഡ് ഷോയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇരുവശങ്ങളിലും ആയിരക്കണക്കിന് പേരാണ് അവിടെ പുഷ്പങ്ങളുമായും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയെ കാണാനായി ഇവിടെ എത്തിയിരിക്കുന്നത്. വലിയ ആവേശത്തിൽ തന്നെയാണ് BJPയുടെ പ്രവർത്തകർ. അവർ പ്രധാനമായി ലക്ഷ്യമിടുന്ന ഒരു ജില്ല കൂടി തന്നെയാണ് തൃശ്ശൂർ. 2019 സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കാൻ എത്തിയ ശേഷമായിരുന്നു വലിയ രീതിയിൽ തന്നെ ആ തൃശ്ശൂരിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. പിന്നീട് ഉണ്ടാകുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിലുള്ള വോട്ട് വളർച്ച ഉണ്ടാകുന്നു. അവസാനത്തിൽ 2024 തെരഞ്ഞെടുപ്പിൽ അവർക്കത് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പും വലിയ പ്രധാനപ്പെട്ട ഒരു ആവേശത്തോടു കൂടി തന്നെയാണ് BJP പ്രവർത്തകർ കാണുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം പത്മജ വേണുഗോപാൽ അടക്കമുള്ളവർ ആ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ വലിയ ആവേശത്തിലാണ് ഇപ്പോൾ റോഡ് ഷോ മുന്നേറുന്നത്. ശ്രീജിത്ത്, അതുപോലെ തന്നെ ശ്രീജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP സംബന്ധിച്ച് അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് തൃശ്ശൂർ. അതിനാൽ തന്നെ തൃശ്ശൂരിൽ NDAയുടെ വിജയം ഉറപ്പിക്കുക എന്ന് തന്നെയല്ലേ മോദിയുടെ വരവിന് പിന്നിലുള്ള ലക്ഷ്യം? തീർച്ചയായും വലിയ പ്രതീക്ഷയാണ്. കാരണം കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായി BJPക്ക് ഒരു MP വിജയിപ്പിക്കാൻ കഴിഞ്ഞത്, താമര ചിഹ്നത്തിൽ MP വിജയിപ്പിക്കാൻ കഴിഞ്ഞത് തൃശ്ശൂരിലാണ്. അതുകൊണ്ട് തന്നെ അന്ന് വിജയിച്ചപ്പോൾ പോലും BJPക്ക് 6 നിയമസഭാ മണ്ഡലങ്ങളിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 നിയമസഭാ മണ്ഡലങ്ങളിലും അവർക്ക് 1-ാം സ്ഥാനം ലഭിക്കാൻ കഴിഞ്ഞിരുന്നു. അതിനെ ഈ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റെങ്കിലും നേടിയെടുക്കുക, 3 സീറ്റെങ്കിലും നിലനിർത്തുക എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒന്ന്
തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തെക്കുറിച്ച് നമുക്കറിയാം. പത്മജ വേണുഗോപാൽ, കരുണാകരൻ്റെ മകളായ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നും അവർ BJPയിൽ എത്തിയിട്ട് ആദ്യമായി മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ അവരെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കേണ്ടത് BJPയുടെ ഒരു ചുമതല കൂടിയാണ്. അതിനുവേണ്ടി അവിടെ വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ആ തൃശ്ശൂർ മണ്ഡലം ഉൾക്കൊള്ളുന്ന സ്വരാജ് റൗണ്ടിലാണ് ഇപ്പോൾ ഈ റോഡ് ഷോ പുരോഗമിക്കുന്നത്. മറ്റൊരു മണ്ഡലം മണലൂരാണ്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയുടെ വിജയത്തിൻ്റെ ശില്പിയായി മാറിയ KK അനീഷ് മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് മണലൂർ. മറ്റൊരു മണ്ഡലം നാട്ടികയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPIയുടെ MLA ആയി മത്സരിച്ച് വിജയിച്ച CC മുകുന്ദൻ മത്സരിക്കുന്ന നാട്ടിക, അവിടെയും BJP വലിയ വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പ്രധാനമായും 3 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഈ വിജയം പ്രതീക്ഷിക്കുന്നത്. ആ 3 നിയമസഭാ മണ്ഡലങ്ങളുടെയും സ്ഥാനാർത്ഥികളും മറ്റ് മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥികളും ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. വലിയ ആവേശത്തിലാണ് കുട്ടികളും അതോടൊപ്പം തന്നെ മുതിർന്നവരും BJPയുടെ മറ്റ് പ്രവർത്തകരുമെല്ലാം മോദിയെ കാണാനായി ഇരു ഭാഗങ്ങളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ ആവേശത്തിലാണ് ഇപ്പോൾ സ്വരാജ് റൗണ്ടിൽ ഈ റോഡ് ഷോ നടക്കുന്നത്. 900 മീറ്ററിലധികം ദൂരമാണ്. 15-20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു റോഡ് ഷോയാണ് നരേന്ദ്രമോദി ഇപ്പോൾ തൃശ്ശൂരിൽ നടത്തുന്നത്. വലിയ ആവേശത്തിലാണ്. മുൻനിരയിൽ തന്നെ മോദിയോടൊപ്പം സുരേഷ് ഗോപി, അതോടൊപ്പം തന്നെ പത്മജ വേണുഗോപാലുമുണ്ട്. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങളും ഈ പ്രദേശങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. ശ്രീജിത്ത്, അതുപോലെ തന്നെ വികസന മോദിയുടെ ഗ്യാരണ്ടി മാറാത്തത് ഇനി മാറും എന്നതാണ് NDAയുടെ തെരഞ്ഞെടുപ്പ് വാക്യം. ആ ഒരു ഇത് അനുസ്മരിക്കുന്നത് തന്നെയല്ലേ ഈ റോഡിന്റെ ഇരുവശത്തും തടിച്ചുകൂടിയ ഈ ജനാവലി? തീർച്ചയായും ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ 2019 മുതൽ തന്നെ BJPക്ക് വലിയ രീതിയിൽ അടിത്തറയുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ അവർക്ക് അണികളെ സംഘടിപ്പിക്കാൻ ഒരു കുറവ് ആ പ്രദേശത്ത് വരില്ല. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഓരോ തിരഞ്ഞെടുപ്പുകളിലും BJP വളർച്ച കാണിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ ജനസഞ്ചയത്തെ അവർക്ക് അവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല വിജയ പ്രതീക്ഷയുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഈ റോഡ് ഷോയിലും കാണാം. വലിയ ആവേശത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന, ജില്ലയിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന ഈ പ്രവർത്തകരുടെ ആവേശവും നമുക്ക് ആ ചിത്രങ്ങളിൽ കാണാം. എന്തായാലും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ കൈയുയർത്തി കാണിച്ചും അതോടൊപ്പം തന്നെ ചിത്രങ്ങളും എടുക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആയിരക്കണക്കിന് പേരാണ് ഈ മോദിയുടെ റോഡ് ഷോ കാണാനായി ഇവിടെ എത്തിയിരിക്കുന്നത്. കഥകളിയും അതോടൊപ്പം തന്നെ മറ്റ് കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളും ഈ BJP പ്രവർത്തകരും BJP നേതൃത്വവും അവിടെ ഒരുക്കിയിട്ടുണ്ട്. വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. മോദിയുടെ പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ BJPയുടെ ഒരു രാഷ്ട്രീയ തലസ്ഥാനമായി തന്നെ തൃശ്ശൂർ മാറുന്ന ഒരു രീതിയിലേക്കാണ് BJPയുടെ വളർച്ച സൂചിപ്പിക്കുന്നത്. അവർക്ക് ആദ്യമായി MBA ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1-ലധികം MLAമാരെ ലഭിക്കുമെന്ന പ്രതീക്ഷയും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ആദ്യമായി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുമ്പോൾ ആദ്യമായി തന്നെ അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് തൃശ്ശൂർ. അതാണ് തൃശ്ശൂരിൻ്റെ പ്രാധാന്യം. അവർക്കവിടെ വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. അങ്ങനെ ജനകീയമായ നേതാക്കളുണ്ട്. അതോടൊപ്പം തന്നെ MP ഉണ്ട്. ഇനി MLA സ്വന്തമാക്കാനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായാണ് ഈ സന്ദർശനവും മോദിയുടെ ഇത്രയും വലിയ റോഡ് ഷോയും. അതുതന്നെയാണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വെറും 11 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രചാരണത്തിന് കൊഴുപ്പേകാനാണ് പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തിയിരിക്കുന്നത്. റോഡ് ഷോയിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ എന്തായാലും കാണുന്നത്. ഹെലികോപ്റ്ററിൽ കുട്ടന്നൂരിൽ ഗവൺമെന്റ് കോളേജിലെ ഹെലിപ്പാഡിൽ ഇറങ്ങിയ മോദി അവിടുന്ന് സ്വരാജ് റോഡിലെത്തിയാണ് റോഡ് ഷോ ആരംഭിച്ചത്. NDA സ്ഥാനാർത്ഥികളായ പത്മജ വേണുഗോപാൽ അടക്കം റോഡ് ഷോയിൽ പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മോദിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കരുത്തേകാൻ തന്നെയാണ് പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തിയത്. അതിന്റെ ഭാഗമായാണ് റോഡ് ഷോ നടക്കുന്നത്. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് കേരള വിഷൻ ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡ് ഷോയുടെ ഇരുവശങ്ങളിലുമായി നിരവധി പ്രവർത്തകരാണ് പ്രധാനമന്ത്രി അഭിവാദ്യം ചെയ്യാനായി കാത്തു നിന്നിരുന്നത്. അതിന്റെ ദൃശ്യങ്ങളിലാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് NDAക്ക് കരുത്ത് പകരുക, അല്ലെങ്കിൽ NDAക്ക് കൂടുതൽ സീറ്റുകൾ ഉറപ്പിക്കുക
എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തിയത്. പാലക്കാട് നടന്ന ഇന്ത്യയുടെ പ്രചാരണാർത്ഥം നടന്ന സമ്മേളനം അടക്കം ഉദ്ഘാടനം ചെയ്തതിനു ശേഷമാണ് പ്രധാനമന്ത്രി തൃശ്ശൂരിലേക്ക് എത്തിയത്. റോഡ് ഷോയിലടക്കം പങ്കെടുക്കുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ച് എൻഡിഎയുടെ എ ക്ലാസ് മണ്ഡലം എന്നൊരു കാര്യം കൂടിയുണ്ട്. അതിനാൽ തന്നെ ആ ഒരു സീറ്റ് ഉറപ്പിക്കുക, കേരളത്തിലെ തൃശ്ശൂരിലുള്ള ഇന്ത്യയുടെ സീറ്റ് ഉറപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വരവിന് പിന്നിലുള്ളത്. എന്തായാലും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് പ്രവർത്തകർ അടക്കം. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ തൃശ്ശൂരിൽ പുരോഗമിക്കുന്നത്. കനത്ത സുരക്ഷയടക്കം ഏർപ്പെടുത്തിയിരുന്നു. കൂടാതെ തന്നെ കർശന ഗതാഗത നിയന്ത്രണങ്ങളടക്കമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. സുരക്ഷാ നടപടികളുടെ ഭാഗമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള പോലീസ് സേനയെ അടക്കം വിന്യസിച്ചിരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും തൃശൂർ സ്വരാജ് റൗണ്ടിൽ നിന്ന് ആരംഭിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. റോഡ് ഷോയിൽ പ്രധാനമന്ത്രിക്കൊപ്പം പത്മജ വേണുഗോപാലും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അടക്കം പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇരു ദിശകളിലുമുള്ള അല്ലെങ്കിൽ ഇരു മേഖലകളിലുമുള്ള പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നീങ്ങുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സ്വരാജ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ പാലക്കാട്ടെ പൊതുസമ്മേളനത്തിന് ശേഷമാണ് മോദി തൃശ്ശൂരിലേക്ക് എത്തിയത്. കുട്ടന്നൂരിലെ അച്യുതമേനോൻ കോളേജ് ഹെലിപ്പാഡ് ഗ്രൗണ്ടിൽ നിന്ന് കാർ മാർഗം സ്വരാജ് ഗ്രൗണ്ടിലെത്തി. അവിടുന്ന് അതിനുശേഷമാണ് റോഡ് മാർഗം റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നത്. റോഡ് ഷോ ആരംഭിച്ചത്. എന്തായാലും ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്തായാലും റോഡ് ഷോ പുരോഗമിക്കുകയാണ്. 20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന റോഡ് ഷോ ആയിരിക്കില്ലേ ഇത്? തീർച്ചയായും 900 മീറ്ററിലധികം ആണ് ഈ റോഡ് ഷോയുടെ ദൂരപരിധി. എന്തായാലും വളരെ പതുക്കെയാണ് ഈ റോഡ് ഷോ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇരുവശങ്ങളിലുമായി ആയിരക്കണക്കിന് പേരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനായി ഇവിടെ തിങ്ങിക്കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ പതുക്കെ വേഗത കുറഞ്ഞ രീതിയിലാണ് ഈ റോഡ് ഷോ മുന്നേറുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ അറിയാം. സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരക്കണക്കിന് പേരാണ് ഇരുവശങ്ങളിലും ഈ നിരന്നിരിക്കുന്നത്. വലിയ രീതിയിൽ ആവേശമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തി അണികൾക്ക് ആവേശം നൽകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി വെറും 11 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിൻ്റെ ആദ്യത്തെ ഘട്ടമായാണ് നരേന്ദ്രമോദി പാലക്കാടും തൃശ്ശൂരിലും എത്തി പൊതുപരിപാടിയിലും അതോടൊപ്പം തന്നെ റോഡ് ഷോയിലും പങ്കെടുക്കുന്നത്. ഇത് കഴിഞ്ഞ് നരേന്ദ്രമോദി അടുത്ത 2ാം ഘട്ടമായി വരുന്ന 4-ാം തീയതിയാണ്. ആ 4-ാം തീയതി കോട്ടയത്തും പാലയിലും അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. അങ്ങനെ വലിയ പ്രതീക്ഷയുള്ള ഒരു തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ BJP നോക്കിക്കാണുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഇനി 11 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതിൻ്റെ ആദ്യഘട്ടമായാണ് ഇപ്പോൾ നരേന്ദ്രമോദി തൃശ്ശൂരിലെ റോഡ് ഷോയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാകും. തൃശ്ശൂരിൽ അവരുടെ പ്രതീക്ഷകൾ ഏതെല്ലാം മണ്ഡലങ്ങളിലാണെന്ന് ആ ദൃശ്യങ്ങൾ, ആ വാഹന പ്രചരണ ജാഥയുടെ വാഹനത്തിനുള്ളിൽ നോക്കിയാൽ തന്നെ മനസ്സിലാകും. അതിൽ 3 പേരാണ് പ്രധാനമായുള്ളത്. ഒന്ന് പത്മജ വേണുഗോപാൽ, തൃശ്ശൂർ മണ്ഡലത്തിൽ NDAയുടെ സ്ഥാനാർത്ഥി, BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പത്മജ വേണുഗോപാലാണ്. മറ്റൊരു സ്ഥാനാർത്ഥി BJPയുടെ മുൻ ജില്ലാ പ്രസിഡന്റായ അനീഷാണ്. അനീഷ് മണലൂരിലാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിനും ഇത്തവണ വലിയ രീതിയിൽ വിജയപ്രതീക്ഷയുണ്ട്. BJP വലിയ രീതിയിൽ തൃശ്ശൂർ
തൃശ്ശൂരിൽ വളർച്ച കാണിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് മണലൂർ. മറ്റൊരു മുഖമായി നമുക്കതിൽ കാണാൻ കഴിയുന്നത് CC മുകുന്ദനാണ്. CC മുകുന്ദൻ ആഴ്ചകൾക്ക് മുൻപ് BJPയിൽ ചേർന്ന ഒരു CPIയുടെ നേതാവാണ്. അദ്ദേഹം തർക്കത്തിൻ്റെ പേരിൽ മുൻ MLA ആയ CC മുകുന്ദൻ തർക്കത്തിൻ്റെ പേരിൽ BJPയിൽ എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ നാട്ടിക മണ്ഡലത്തിലും ഇപ്പോൾ നിലവിൽ BJPക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിലും അതോടൊപ്പം തന്നെ മണലൂരിലും നാട്ടികയിലുമെല്ലാം വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രമുഖരായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതിലൂടെ തന്നെ അവർക്ക് വിജയം കൊയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷ തന്നെയാണ് നരേന്ദ്രമോദിയോടൊപ്പം അവർക്ക് ആ വാഹനത്തിലും അവർ ഉള്ളത്. പ്രധാനമായി സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, പത്മജ വേണുഗോപാൽ, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ KK അനീഷ്, CC മുകുന്ദൻ അടക്കമുള്ളവരാണ് പ്രധാനമന്ത്രിയോടൊപ്പം ആ വാഹനത്തിൽ ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് 9 സ്ഥാനാർത്ഥികളും ആ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണം തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് സ്വരാജ് റൗണ്ടിൽ ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 5 ലെയറുകളായാണ് ഈ അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. 5 ലെയറുകളായി തിരിച്ചാണ് ഈ BJP പ്രവർത്തകരും അതോടൊപ്പം തന്നെ സാധാരണക്കാർക്കും നരേന്ദ്രമോദിയെ കാണാനുള്ള സൗകര്യം അവിടെ ഒരുക്കിയിരിക്കുന്നത്. വലിയ രീതിയിൽ തന്നെ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന തൃശ്ശൂരിലാണ് മോദിയുടെ ആദ്യഘട്ടത്തെ പ്രചരണ പരിപാടി ആരംഭിക്കുന്നത്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചത് സുരേഷ് ഗോപിയായിരുന്നു. അന്ന് സുരേഷ് ഗോപിയുടെ എതിരാളിയായി മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് പത്മജ വേണുഗോപാൽ. അന്ന് പത്മജ വേണുഗോപാൽ 800-ലധികം വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്നത്. അന്ന് സുരേഷ് ഗോപിക്ക് എതിരാളിയായി മത്സരിച്ച പത്മജ വേണുഗോപാലിന് വേണ്ടി വോട്ട് പിടിക്കുന്ന ഒരു മുഹൂർത്തവും നാം ഇന്ന് കാണുന്നുണ്ട്. ഇന്ന് അവർ രണ്ടുപേരും ഒരു പാളയത്തിൽ നിന്ന് മത്സരിക്കുകയാണ്. അന്ന് എതിരാളികളായിരുന്നെങ്കിൽ ഇന്ന് അവർ ഒരു പാളയത്തിൽ നിന്ന് മത്സരിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടതും വലതും അവർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അവർ 3 സീറ്റുകളാണ് നിലവിൽ ലക്ഷ്യമിടുന്നത്. അതിനു വേണ്ടിയാണ് നരേന്ദ്രമോദി തുടർച്ചയായി തന്നെ തൃശ്ശൂരിലെത്തുന്നതും. അതോടൊപ്പം തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി തുടർച്ചയായി വരികയാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ വലിയ രീതിയിൽ വിജയം കൊയ്ത ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിരുന്നു. പിന്നീട് അദ്ദേഹം തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി തന്നെ പ്രഖ്യാപനത്തിന് മുമ്പ് കൊച്ചിയിൽ വന്നിരുന്നു. കൊച്ചിയിൽ വന്ന ശേഷം ഈ വർഷം നരേന്ദ്രമോദിയുടെ 3ാമത്തെ സന്ദർശനമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. 5 ദിവസം കഴിഞ്ഞാൽ ഉടൻ തന്നെ പാലയിൽ വരുന്നുണ്ട്, കോട്ടയത്ത് വരുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് BJP ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. അങ്ങനെ നാം സൂചിപ്പിക്കുമ്പോഴും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് തൃശ്ശൂരിൽ BJPക്ക് ഉണ്ടായിരിക്കുന്നതെന്നും നാം അത് മറക്കുന്നില്ല. വലിയ രീതിയിൽ UDFന് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. സുരേഷ് ഗോപിയെല്ലാം നിരന്തരം അവിടെ പ്രവർത്തിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ഇമേജ് പോലും ഗുണം ചെയ്തില്ല എന്നതും BJP തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരം വീഴ്ചകളിൽ നിന്നും കരകയറാൻ കൂടിയാണ് ആദ്യഘട്ടത്തിൽ തന്നെ നരേന്ദ്രമോദിയെ തൃശ്ശൂരിൽ BJP എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷനിൽ BJPക്ക് വിജയിക്കാൻ കഴിഞ്ഞത് വെറും 8 സീറ്റിൽ മാത്രമാണ്. ഇതെല്ലാം വലിയ രീതിയിൽ തന്നെ അവിടെ ചർച്ചയായിരുന്നു. വലിയ രീതിയിൽ വിഭാഗീയതയുണ്ട്. അങ്ങനെ പല പ്രതിസന്ധികളും അന്ന് ചർച്ചയായിരുന്നെങ്കിൽ ആ പ്രതിസന്ധികളിൽ നിന്നും തരണം ചെയ്യാനുള്ള ഒരു ഒറ്റമൂലിയായാണ് നിലവിൽ നരേന്ദ്രമോദിയെ ഇപ്പോൾ തൃശ്ശൂരിൽ എത്തിച്ചിരിക്കുന്നത്. അദ്ദേഹം എത്തുന്നതോടുകൂടി തന്നെ അണികൾ ആവേശത്തിലാകുകയും ഇത്തരം വിഭാഗീയതയും മറ്റ് പ്രതിസന്ധികളിൽ നിന്നും BJPക്ക് കരകയറാൻ കഴിയുമെന്നും BJP പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിൽ ആദ്യഘട്ടമായി ഇപ്പോൾ നരേന്ദ്രമോദി എത്തിച്ചിരിക്കുന്നത്. വലിയ രീതിയിൽ നാം ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇരുവശങ്ങളിലും ആയിരക്കണക്കിന് പേരാണ് പങ്കുചേർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് വലിയ രീതിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം നാം കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ BJPക്ക് വലിയ രീതിയിൽ ഗുണകരമായി മാറാനുള്ള സാധ്യതയുണ്ട്. പത്മജ വേണുഗോപാൽ പല അഭിമുഖങ്ങളിലും നാം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, പല അഭിമുഖങ്ങളിലും പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ തൻ്റെ വിജയ
പരാജയങ്ങൾ നിശ്ചയിക്കുന്നത് സ്ത്രീകളായിരിക്കുമെന്ന് പലതവണ ആവർത്തിച്ച് പറയുമ്പോഴാണ് ഈ സ്ത്രീ പങ്കാളിത്തം ഈ റോഡ് ഷോയിൽ ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിൽ തന്നെ ഇരുവശങ്ങളിലും പുരുഷന്മാരെക്കാൾ സ്ത്രീകളെ ഇതിൽ പങ്കെടുപ്പിക്കാൻ BJP നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് നാം 2024 തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. സുരേഷ് ഗോപിയുടെ വിജയത്തിന് വലിയ രീതിയിൽ പങ്കുവഹിച്ചത് ഇത്തരത്തിൽ സ്ത്രീ വോട്ടർമാരായിരുന്നു. പ്രത്യേകിച്ച് ന്യൂനപക്ഷ മേഖലയിൽ പോലും സ്ത്രീ വോട്ടർമാരുടെ വലിയ രീതിയിലുള്ള പിന്തുണ സുരേഷ് ഗോപിക്ക് ലഭിച്ചതായി നമുക്ക് ആ കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. അതുതന്നെയാണ് ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയോടൊപ്പം നിന്ന തൃശ്ശൂർ ഇക്കൊല്ലം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ പത്മജയോടൊപ്പം നിൽക്കുമെന്നൊരു വിശ്വാസം, അല്ലെങ്കിൽ ആ ഒരു ഉറപ്പ് ബലപ്പെടുത്താൻ തന്നെയല്ലേ നരേന്ദ്രമോദിയുടെ ഈ പ്രവർത്തകരോടുള്ള അഭിവാദ്യം, അല്ലെങ്കിൽ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ പ്രചാരണവുമായി ബന്ധപ്പെട്ട് മോദി കേരളത്തിലെത്തിയത് അല്ലെങ്കിൽ തൃശ്ശൂരിലെത്തിയതിന് പിന്നിൽ? തീർച്ചയായും അതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ച വോട്ടുകൾ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാലിന് ലഭിക്കുകയാണെങ്കിൽ ഉറപ്പായി തന്നെ BJPക്ക് ആദ്യമായി അക്കൗണ്ട് തുറക്കാൻ കഴിയുന്ന ഒരു സ്ഥലമായി തൃശ്ശൂർ മാറും. അന്ന് തൃശ്ശൂരിലെ നഗരപ്രദേശം, തൃശ്ശൂർ നിയമസഭാ മണ്ഡലം വലിയ രീതിയിലുള്ള വോട്ടാണ് സുരേഷ് ഗോപിക്ക് നൽകിയത്. 10,000-ലധികം ഭൂരിപക്ഷത്തിനായിരുന്നു അന്ന് സുരേഷ് ഗോപി നിയമസഭയിൽ തൃശ്ശൂർ മണ്ഡലത്തിലെ നിയോജക മണ്ഡലത്തിൽ മുന്നേറാൻ കഴിഞ്ഞത്. പക്ഷേ നാം ആ കണക്ക് സൂചിപ്പിക്കുമ്പോഴും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ഈ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു. അന്ന് ദയനീയമായി തന്നെയാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. 3ാം സ്ഥാനത്തിലേക്ക് പിന്തള്ളപ്പെടുന്നൊരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നാണ് അദ്ദേഹം അവിടെ കേന്ദ്രീകരിച്ച് 3 വർഷത്തിലധികം അവിടെ കേന്ദ്രീകരിച്ച് നിന്ന് 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിട്ടുപോയ ആ മണ്ഡലം സുരേഷ് ഗോപിക്ക് പകരമിറങ്ങുന്ന പത്മജ വേണുഗോപാലിന് പിടിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് എന്തായാലും മെയ് 9 ഇനി മെയ് 2 തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിവസം മാത്രമേ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും BJPയും നരേന്ദ്രമോദിയും തുടർച്ചയായി തന്നെ ലക്ഷ്യമിടുന്ന ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപും നരേന്ദ്രമോദി 3-4 തവണയാണ് തൃശ്ശൂർ ജില്ലയിൽ മാത്രമായി എത്തിയത്. നമുക്കറിയാം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം, അതോടൊപ്പം തന്നെ സ്വരാജ് റൗണ്ടിൽ ഇത്തരത്തിലുള്ള റോഡ് ഷോകൾ, പൊതുസമ്മേളനങ്ങൾ, അങ്ങനെ പല തവണയായി സുരേഷ് ഗോപിക്ക് വേണ്ടി നരേന്ദ്രമോദി അവിടെ വന്നിരുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയമാക്കി മാറ്റുവാനും BJP പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിക്കും കഴിഞ്ഞു. അങ്ങനെ ഒരു നീക്കം തന്നെയാണ് 2024 ആവർത്തിപ്പിക്കുവാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ BJP നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് പരിശോധിച്ചാൽ അറിയാം, പണ്ട് ഒരു കാലത്ത് തിരുവനന്തപുരവും അതോടൊപ്പം തന്നെ കാസർഗോഡ് മാത്രമായി ചുരുങ്ങിയിരുന്ന BJPയുടെ ശക്തി ഇന്ന് പാലക്കാടും തൃശ്ശൂരിലും എല്ലാം മാറുന്നൊരു സാഹചര്യമുണ്ട്. ഇത് BJPയുടെ കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞ പശ്ചാത്തലത്തിലാണ് BJPയുടെ പ്രഭാരിയായി പല കേന്ദ്രത്തിലെ മുതിർന്ന നേതാക്കളെയും ഇവിടെ എത്തിക്കാനുള്ള ശ്രമം നടത്തിയത്. കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിൽ തന്നെ BJPക്ക് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കി കൊടുത്ത വിനോദ് താവടെ അടക്കമുള്ള നേതാക്കളെയാണ് ഇപ്പോൾ കേരളത്തിൽ പ്രഭാരിയായി അവിടെ നിശ്ചയിച്ചിരിക്കുന്നത്. അത് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ പ്രധാനപ്പെട്ട ഇപ്പോൾ നാം ദൃശ്യങ്ങളിൽ കാണുന്നത് പൗരപ്രമുഖരായ ആ നാട്ടിലെ പൗരപ്രമുഖരും ഇത്തരത്തിൽ ഈ നരേന്ദ്രമോദിയെ കാണാനായി ഈ സ്വരാജ് റൗണ്ടിന് സമീപം എത്തിയിട്ടുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് പേരാണ് ഈ പരിപാടി കാണാനായി, അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയെ കാണാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുതന്നെയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നരേന്ദ്രമോദിയുടെ റോഡ് ഷോ തൃശ്ശൂർ നഗരത്തിൽ പുരോഗമിക്കുകയാണ്. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷമാണ് മോദി തൃശ്ശൂരിലെത്തിയത്. പിന്നീട് അവിടുന്ന് സ്വരാജ് റൗണ്ടിലേക്ക് എത്തി. അവിടുന്ന് റോഡ് ഷോയായി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയാണ് പ്രധാനമന്ത്രി. തൃശ്ശൂർ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികൾ റോഡ് ഷോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവരും മോദിയുടെ റോഡ് ഷോയിൽ അണിനിരക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. റോഡിന് ഇരുവശത്തും ആയിരക്കണക്കിന് BJP പ്രവർത്തകരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിവാദ്യം ചെയ്യുന്നത്. പുഷ്പവൃഷ്ടി നടത്തിയാണ് പ്രവർത്തകർ മോദിയെ സ്വീകരിച്ചത്. എന്തായാലും തൃശ്ശൂർ നഗരത്തിൽ റോഡ് ഷോ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. റോഡിന് ഇരുവശത്തുമായി നിൽക്കുന്ന പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് മോദി കടന്നുപോകുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ തൃശ്ശൂരിലെ സീറ്റ് ഉറപ്പിക്കുക എന്ന
എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തിയത്. തൃശ്ശൂരിൽ ഇപ്പോൾ റോഡ് ഷോ പുരോഗമിക്കുന്നതും ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ എൻഡിഎ സ്ഥാനാർത്ഥിയായ പത്മജ വേണുഗോപാലിനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക എന്നൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തുന്നത്. അതിന്റെ ഭാഗമായാണ് എൻഡിഎ സ്ഥാനാർത്ഥിയോടൊപ്പം അടക്കം റോഡ് ഷോ നടത്തുന്നത്. ഈ പ്രവർത്തകരെ അടക്കം അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് റോഡ് ഷോ തൃശ്ശൂർ നഗരിയിൽ പുരോഗമിക്കുന്നത്. ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ശ്രീജിത്ത്, എന്തായാലും ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് റോഡ് ഷോ പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം എവിടേക്കാണ് റോഡ് ഷോ എത്തിയിരിക്കുന്നത്? ഇനിയും നിരവധി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യാനുണ്ട് അല്ലേ? തീർച്ചയായും ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ 10,000-കണക്കിന് പ്രവർത്തകരാണ് റോഡിന് ഇരുവശവും നരേന്ദ്രമോദിയെ കാണാനായി എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ രീതിയിൽ വേഗത കുറച്ചാണ് ഈ റോഡ് ഷോ മുന്നോട്ട് പോകുന്നത്. വളരെ ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നതാണ്. വളരെ പതുക്കെയാണ് ആ വാഹനം മുന്നോട്ട് പോകുന്നത്. ഓരോ പ്രവർത്തകനും നരേന്ദ്രമോദിയെ കാണാൻ കഴിയുന്ന രീതിയിലാണ് റോഡ് ഷോ മുന്നോട്ട് പോകുന്നത്. മറ്റ് മുൻകാലങ്ങളിൽ നാം പരിശോധിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ജനങ്ങൾക്ക് അടുത്തു വരുന്നതെല്ലാം നാം മുൻ തെരഞ്ഞെടുപ്പുകളിലും മുൻ റോഡ് ഷോയിലും കണ്ടിട്ടുണ്ട്. അത്തരത്തിലൊരു നീക്കം എന്തായാലും നരേന്ദ്രമോദി ഇന്ന് നടത്തിയിട്ടില്ല. എന്തായാലും ഈ വർഷം ആരംഭിച്ച ശേഷം നരേന്ദ്രമോദിയുടെ 3ാമത്തെ റോഡ് ഷോയാണ് നിലവിൽ കേരളത്തിൽ നടക്കുന്നത്. ആദ്യം തിരുവനന്തപുരം കോർപ്പറേഷൻ BJP അധികാരത്തിൽ വന്നതിന് ശേഷം തിരുവനന്തപുരത്ത് റോഡ് ഷോ ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്കറിയാവുന്നതാണ്, ഒരു മാസം മുമ്പ് കൊച്ചിയിലും ഇത്തരത്തിൽ മറൈൻ ഡ്രൈവിന് സമീപവും ഒരു റോഡ് ഷോ ഉണ്ടായിരുന്നു. പിന്നീട് ഈ വർഷത്തെ 3ാമത്തെ റോഡ് ഷോയാണ് നരേന്ദ്രമോദി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ നടപ്പിലാക്കുന്നത്. എന്തായാലും തൃശ്ശൂരിൽ ഇതിനു മുൻപും പലതവണ നരേന്ദ്രമോദി എത്തിയിരുന്നു. അത് സുരേഷ് ഗോപിയുടെ വിജയം ലക്ഷ്യമിട്ടായിരുന്നു അന്ന് റോഡ് ഷോ നടത്തിയെങ്കിൽ ആ വിജയം നേടാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. ഇപ്പോൾ പത്മജയെ പ്രധാനമായി കാർത്തു സൂചിപ്പിച്ചതുപോലെ തന്നെ പത്മജ വേണുഗോപാലിൻ്റെ വിജയം ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ നരേന്ദ്രമോദി തുടർച്ചയായി തന്നെ തൃശ്ശൂരിൽ എത്തുന്നതും. അതോടൊപ്പം തന്നെ ഈ തൃശ്ശൂരിലെ ഇപ്പോൾ 20 മിനിറ്റിലധികം നീണ്ടു നിൽക്കുന്ന ഈ റോഡ് ഷോയിലും പങ്കെടുക്കുന്നത് BJPയുടെ പരമാവധി പ്രവർത്തകരെയും അതോടൊപ്പം തന്നെ സാധാരണക്കാരെയും സ്ത്രീകളെയും എല്ലാം ഈ റോഡ് ഷോയിൽ പങ്കെടുപ്പിക്കാൻ BJPയുടെ ജില്ലാ നേതൃത്വം വലിയ രീതിയിൽ തന്നെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വിജയം കൂടിയാണ് ഇപ്പോൾ നാം കാണുന്ന ദൃശ്യങ്ങൾ. കുട്ടികളും അതോടൊപ്പം തന്നെ സ്ത്രീകളും അടക്കം സാധാരണക്കാരും മുതിർന്നവരുമെല്ലാം ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു. അവർ വലിയ ആവേശത്തിലാണ്. നരേന്ദ്രമോദിയെ കൈ ഉയർത്തി കാണിക്കുകയും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിക്ക് പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്യുന്നുണ്ട്. നരേന്ദ്രമോദിയും അത്തരത്തിൽ വലിയ ആവേശത്തിലാണ്. കാരണം മുൻകാലങ്ങളെല്ലാം പരിശോധിച്ച് നോക്കിയാൽ BJPയുടെ കേന്ദ്ര നേതൃത്വം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു പ്രദേശമാണ്, ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തൊരു പ്രദേശമാണ് കേരളം. പക്ഷേ നരേന്ദ്രമോദിയും അമിത്ഷായും എല്ലാം ഇത്തരത്തിൽ BJPയുടെ നേതൃത്വത്തിലേക്ക് കടന്നു വന്നതിന് പിന്നാലെ തന്നെയാണ് BJPയുടെ വലിയ രീതിയിലുള്ള ശ്രദ്ധ നേടുകയും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ഇവിടെ അക്കൗണ്ട് തുറന്നിരുന്നു. പിന്നീട് 2021 24 തെരഞ്ഞെടുപ്പിൽ അവർക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു, MBA നേടാൻ കഴിഞ്ഞു. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പാലക്കാടും തൃപ്പൂണിത്തറയിലും മുനിസിപ്പാലിറ്റിയിലും അധികാരത്തിലെത്താൻ കഴിഞ്ഞു. പിന്നീട് 1800-ലധികം ജനപ്രതിനിധികളെ സ്വന്തമാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഈ മോദി യുഗത്തിൽ കേരളത്തിൽ വലിയ രീതിയിൽ BJPയുടെ വളർച്ച കാണിക്കുന്നുണ്ട്. അത് പരമാവധി നിയമസഭയിൽ അതിൻ്റെ ഒരു MLA-മാരുടെ എണ്ണത്തിൽ കൂടി വർധന ഉണ്ടാക്കാനാണ് അവരുടെ ശ്രമം. ഇപ്പോൾ അവർക്ക് MP ഉണ്ട്, അതോടൊപ്പം തന്നെ നഗരസഭയിൽ ഭരണമുണ്ട്. പക്ഷേ MLA-മാരെ മാത്രം വിജയിപ്പിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. 2016 നിയമത്ത് വിജയിക്കാൻ കഴിഞ്ഞെങ്കിൽ പിന്നീട് അത് ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ അത് അക്കൗണ്ട് പൂട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ അക്കൗണ്ട് വീണ്ടും ഓപ്പൺ ചെയ്യാനുള്ള ഒരു അവസരമായാണ് നിലവിൽ BJP